ആകാശവാണി വാർത്താ വീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. വളരെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും അതിനോട് ചേർന്ന് കായലിന്റെയോ നദികളുടെയോ വശങ്ങളിലാണ് കണ്ടൽ ചെടികൾ കാണുക. ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. പ്രകൃതിയുടെ ലോലസന്തുലനം നിലനിർത്തുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലോക കണ്ടൽക്കാട് ദിനം ജൂലൈ 26 ആണ്. ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേരുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിനാൽ സമുദ്രജലത്തിലെയും ശുദ്ധജലത്തിലെയും ചില മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ആവാസ കേന്ദ്രവും പ്രജനന സങ്കേതവുമാണ് കണ്ടൽക്കാടുകൾ. കടലിലെ ചില മത്സ്യങ്ങൾ അനേക ദൂരം താണ്ടി കണ്ടൽക്കാടുകളിലെത്തി പ്രജനനം നടത്തുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ ഏറെ സഹായകമായ കണ്ടൽ ചെടികൾ കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളെയും കരയെയും ബാധിക്കാതെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. 2004 സുനാമി ദുരന്തത്തിൽ കൂറ്റൻ തിരമാലകളെ പ്രതിരോധിച്ച് ഒരു ഗ്രാമത്തെ തന്നെ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചിരുന്നു. തമിഴ്നാട്ടിലെ പിച്ചാവരം എന്ന സ്ഥലത്തെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടൽക്കാടുകൾ ഉള്ളതിനാൽ സുനാമി തിരകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളും ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടൽ ചെടികളുടെ സങ്കീർണമായ വേരുകൾ തിരമാലകളുടെ ഊർജ്ജത്തെ ചിതറിച്ച് വെള്ളത്തിന്റെ വേഗത കുറയ്ക്കുന്നു. നിത്യഹരിത വനങ്ങളായ കണ്ടൽക്കാടുകൾ ഇലകളുടെ പച്ചപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും. കണ്ടൽ ചെടികളുടെ വിത്തുകൾ മാതൃശരീരത്തിൽ വെച്ച് തന്നെ മുളയ്ക്കുന്നു. ഈ പ്രതിഭാസമാണ് വിവിപാരി. വേരുകൾ സൂചി പോലെ വളരെ നീളത്തിൽ പുറത്തേക്ക് വളർന്ന് തൈ ആകുകയും മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി ചെളിയിൽ ഉറച്ചുനിന്ന് പുതിയ ചെടിയായി വളരുകയും ചെയ്യുന്നു. മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട ചെടികൾക്ക് വേലിയേറ്റ സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകി പുതിയ സ്ഥലത്ത് എത്തിച്ചേരാനും സാധിക്കുന്നു. ഉഷ്ണമേഖലാ വനങ്ങൾ ആഗിരണം ചെയ്യുന്നതിന്റെ 50 മടങ്ങ് കാർബണിനെ ആഗിരണം ചെയ്യാനും കണ്ടൽക്കാടുകൾക്ക് കഴിവുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സാധിക്കുന്നു. അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. ചിലയിനം കണ്ടൽ ചെടികൾ ലവണാംശമുള്ള ജലം ആഗിരണം ചെയ്ത് ഇലയിൽ കൂടി പുറത്തേക്ക് വിടാറുണ്ട്. ഗട്ടേഷൻ എന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇത് സാധിക്കുന്നത്. ഇത്തരം ചെടികളുടെ ഇലയിൽ ഉപ്പുപരലുകൾ കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ പകുതിയിലധികം സമുദ്ര മത്സ്യങ്ങളും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടമെങ്കിലും കണ്ടൽക്കാടുകളിൽ ചെലവഴിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മത്സ്യസമ്പത്തും മറ്റു ജലജീവികളും വിറകും തേനും തുടങ്ങി തദ്ദേശീയരുടെ ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. കളാഞ്ചി, കണ്ടൽച്ചൂടി, തിരുത, ചെമ്പല്ലി, പരവ തുടങ്ങിയ മത്സ്യങ്ങളും കടൽ ഞണ്ടുകൾ, ചെമ്മീൻ വർഗ്ഗങ്ങൾ തുടങ്ങിയവയും കണ്ടൽക്കാടുകളെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. വലിയ മത്സ്യങ്ങളിൽ നിന്ന് കുഞ്ഞു മത്സ്യങ്ങൾ അഭയം തേടിയെത്തുന്നതും കണ്ടൽ ചെടികളുടെ വേരുകൾക്കിടയിലാണ്. കേരളത്തിൽ 18 ഇനത്തിൽപ്പെട്ട ശുദ്ധ കണ്ടലുകളും അനുബന്ധമായി സമീപത്ത് വളരുന്ന 54ഓളം കണ്ടൽ ചെടികളും കാണപ്പെടുന്നു. പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേന, മഞ്ച, കണ്ണാംപൊട്ടി, എഴുത്താണി, വള്ളി തുടങ്ങിയ ഇനങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള തണ്ണീർത്തടങ്ങൾ ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ജീവനാഡിയാണ്. സൂക്ഷ്മജീവികളടക്കം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇത്തരം പരിസ്ഥിതി വ്യൂഹം ഇല്ലാതാകുന്നതോടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ലോകത്താകമാനം 1.4 കോടിയോളം ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 2019 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 4740 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. കേരളത്തിൽ 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഏകദേശം 700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ടായിരുന്ന കണ്ടൽക്കാടുകൾ ചുരുങ്ങി ഇപ്പോൾ 15 ചതുരശ്ര കിലോമീറ്ററിൽ താഴെയാണ് വിസ്തൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 7.5 ചതുരശ്ര കിലോമീറ്റർ. കോഴിക്കോട് കടലുണ്ടി, എറണാകുളം മംഗളവനം, കോട്ടയം, കൊല്ലം, തൃശൂർ തുടങ്ങിയ തീരപ്രദേശങ്ങളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഇന്തോനേഷ്യയിലാണെങ്കിലും ഏറ്റവും വലിയ ഒരൊറ്റ കണ്ടൽക്കാട് മേഖല സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻസ് റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ വ്യവസ്ഥയും കൂടിയാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. കണ്ടൽക്കാടുകൾ ഇന്ന് വളരെയധികം ഭീഷണികൾ നേരിടുന്നുണ്ട്. IUCNന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പകുതിയിലധികം കണ്ടലുകളും തകർച്ചയുടെ വക്കിലാണ്. റോഡുകൾ, കെട്ടിടങ്ങൾ, ടൂറിസം, വികസനം എന്നിവയ്ക്കായി കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റുന്നതും മണ്ണിട്ട് നികത്തുന്നതും കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്.
അശാസ്ത്രീയമായ ചെമ്മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട ചെമ്മീൻ കെട്ടുകൾക്കായി കണ്ടലുകൾ നശിപ്പിക്കപ്പെടുന്നു. കൂടാതെ പ്രാദേശിക ആവശ്യങ്ങൾക്കും ഇന്ധനത്തിനുമായി വ്യാപകമായി കണ്ടൽ മരങ്ങൾ മുറിച്ചുമാറ്റപ്പെടുന്നു. മലിനീകരണം, അധിനിവേശ സസ്യങ്ങൾ, ഉപ്പുവെള്ളത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം ഇതെല്ലാം കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. അതിനാൽ തന്നെ നിയമപരമായ സംരക്ഷണത്തിന് ചില പരിമിതികൾ നേരിടുന്നു. കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കല്ലേൻ പൊക്കുടൻ എന്ന പേര് സുപരിചിതമാണ്. ലക്ഷത്തിലധികം കണ്ടൽ തൈകളാണ് കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി മുഴുവൻ ജീവിതവും മാറ്റിവെച്ച അദ്ദേഹത്തെ കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്ന സ്ഥലമുടമയ്ക്ക് പ്രോത്സാഹനമെന്ന നിലയ്ക്ക് ഏക്കറിന് നിശ്ചിത തുക ധനസഹായം നൽകുന്ന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. സുനാമി പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് കേരള വനം വകുപ്പ് നടപ്പിലാക്കുന്ന കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് തീരവനം പദ്ധതി. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പ്രധാന കണ്ടൽ പ്രദേശങ്ങൾ വില കൊടുത്ത് സർക്കാർ ഏറ്റെടുക്കുകയും വനം വകുപ്പിന് കീഴിലാക്കി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, വനം വകുപ്പ് എന്നിവയുമായി ചേർന്ന് ലക്ഷക്കണക്കിന് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും നഴ്സറികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷണം ഉറപ്പാക്കുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ പലയിടത്തും നടപ്പാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ ഉള്ള പ്രദേശങ്ങളെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1A വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കണ്ടൽ സംരക്ഷണത്തിന് ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാന പദ്ധതിയാണ് മിഷ്ടി അഥവാ മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. 2023 പദ്ധതി ആരംഭിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള ഏകദേശം 540-ലധികം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലക്ഷ്യമാക്കാനും ഇതുവഴി സാധിക്കുന്നു. മറ്റൊന്നാണ് ഇന്ത്യയിലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെയും അവയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കുന്നതിനുള്ള അമൃത് ധരോഹർ പദ്ധതി. തണ്ണീർത്തടങ്ങളിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാരം വികസിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. കേരളത്തിൽ വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട തുടങ്ങിയ റാംസാർ സൈറ്റുകളിലെയും അതിനോട് ചേർന്ന കണ്ടൽ മേഖലകളുടെയും വികസനത്തിനും ഈ പദ്ധതി ഏറെ സഹായകമാണ്. തീരദേശ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാഷണൽ കോസ്റ്റൽ മിഷൻ പദ്ധതി വഴി കണ്ടൽക്കാടുകളുടെയും പവിഴപ്പുറ്റുകളുടെയും സംരക്ഷണത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകി വരുന്നു. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം അതീവ പ്രാധാന്യമുള്ളതാണ്. വീണ്ടുവിചാരമില്ലാത്ത കണ്ടൽക്കാടുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും സഹകരണവും ഏറെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്.